അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് ഇടാൻ ഒരുപാട് വൈകിട്ടുണ്ട് അല്ലേ. കറക്റ്റ് 2:30 ഉള്ളിൽ വ്ളോഗ് വരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കുറേ വൈകി. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു അടിപൊളി തട്ടിക്കൂട്ട് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അതിന് തന്നെ നമ്മൾ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ മട്ടൻ മപ്പാസ് കേട്ടോ. ഇതിനെ കാണിച്ചതാണ്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഡെയിലി വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിരുന്നു, ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതേപോലെ എന്താ പറയുക, ഇനിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലോട്ട് അത് വരില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് വ്ളോഗിൻ്റെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. തട്ടിക്കൂട്ട് മീൻസ് റെസിപ്പി സൂപ്പറാണ്, നമ്മൾ 2 വ്ളോഗും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കമൻസൊക്കെ ഇനിയും വായിക്കാനുണ്ട്. അതെല്ലാം ഞാൻ വരുന്ന വ്ളോഗിൽ കൂടെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലെ ലൈവ് പോയപ്പോൾ നമ്മുടെ ബിരിയാണി ഫാൻസ് ഒരുപാട് പേരുണ്ട്. നിങ്ങളെന്തായാലും നമ്മുടെ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കണ്ടിട്ട് കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മട്ടൻ മപ്പാസിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിവിടെ മട്ടൻ ഒന്ന് മസാല ഊട്ടിയെടുക്കണം കേട്ടോ. സാധാരണ അങ്ങനെ കുക്കറിൽ കുക്ക് ചെയ്യാറാണ്. ഞാനിവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ മപ്പാസിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല. സാധാരണ അത് ചേർത്തും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്തിട്ടെടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും അത് ചേർത്തിട്ടില്ല. ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാലോ, റെസിപ്പി കണ്ടാലോ. ഈവനിങ് ആകുമ്പോൾ ഇവിടെ ഓരോന്ന് വിളിച്ച് പറഞ്ഞു പോകും, അതിൻ്റെ നോയ്സ് ഉണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 സ്പൂണോളം നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളക് ചതച്ചതും, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്കിത് കുക്കറിലോട്ടാക്കിയിട്ട് അത്യാവശ്യം ഒരു 3 വിസിലോളം അടുപ്പിച്ചെടുക്കണം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിൽ. പിന്നെ നമ്മുടെ മട്ടൻ്റെ വേവും ഒക്കെ ആ ഒരു മീറ്റിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ മപ്പാസിലോട്ട് ആവശ്യമുള്ള വലിയുള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, സ്ലൈസ് ആക്കി എടുക്കുന്നുണ്ട്. ചെറിയ വലിയുള്ളിയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഒരുപാട് പേർക്ക് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്ളോഗ് വഴി. അപ്പോൾ എന്തായാലും ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതേപോലെ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കിവിടെ സ്ലൈസ് ചെയ്ത വലിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ, ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ തക്കാളി ഒന്ന് സ്ലൈസ് ആക്കി എടുക്കുകയാണ്. ഒരു തക്കാളി മതി, വലിയ തക്കാളിയല്ലേ, അപ്പോൾ ഒരെണ്ണം തന്നെ ധാരാളം മതി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മല്ലിയിലയും കൂടെ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ ഉള്ളി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അടി പിടിക്കും. മൺചട്ടി ആയതുകൊണ്ട് അങ്ങനെ പേടിയില്ല, എന്നാലും ഇളക്കി കൊടുക്കണതാണ് സേഫ്. എല്ലാ ഭാഗത്തും ഒരുപോലെ വഴണ്ട് വരണ്ടേ. അപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 തന്നെ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി 2 സ്പൂണ്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം ഞാനിവിടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ തക്കാളിയില്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലത്തെ ആ ഒരു മട്ടൻ വേവിച്ച വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് 2ാം പാല് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് എണ്ണ തെളിയണ വരെ കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വരും. കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഞാനിതിൽ തൂവി കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി.
പിന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യമുള്ള തേങ്ങ എന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ 1-ാം പാലും വേണം 2-ാം പാലും വേണം. 1-ാം പാല് അത്യാവശ്യം കട്ടിക്ക് തന്നെ എടുത്തോട്ടെ. ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്ത ശേഷം അതിലോട്ട് ഇതാ ഒരു 1/2 കപ്പ് ഒരു 3/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അല്ല 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഇതുപോലത്തെ ഒരു ഇതിലിട്ടിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാല് കിട്ടും. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ 2-ാം പാലും കിട്ടും കേട്ടോ. രണ്ടും അരിച്ചെടുക്കണം. അപ്പോഴത്തേക്കും മസാലയ്ക്ക് ഇതുപോലെ വെന്തിട്ടുണ്ട്. മട്ടൻ അങ്ങ് തട്ടി കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഇനി ഒന്നുകൂടെ വറ്റിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാലിൻ്റെ ഇതൊക്കെ ഒന്ന് കുറയും, വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ അപ്പോൾ കുറയും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കാം. കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് വറ്റിച്ചെടുക്കണം. ഈ ഒരു ലെവലിലാവുമ്പം നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ മല്ലിയിലേക്ക് തൂവി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല, പെപ്പർ പൊടിയൊക്കെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ മട്ടൻ മപ്പാസ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഉരുളക്കിഴങ്ങും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലല്ല, മട്ടൻ വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ താളിപ്പിനായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി താളിച്ചിട്ട് അത് ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നല്ല ഫ്ലേവർ ഇറങ്ങും കേട്ടോ. ഇനി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പൊറോട്ട, പത്തിരി, അപ്പം എല്ലാറ്റിൽക്കും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം ടൊമാറ്റോ റൈസാണ്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകും അതുപോലെ പരിപ്പും ഇട്ട് കൊടുക്കാം. 2 വലിയുള്ളി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചിട്ടെടുക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴച്ചിട്ടെടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പൊടികളൊക്കെയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂണ് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പൊടിച്ചൊരു മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ്, നമ്മളിവിടെ 3 ടൊമാറ്റോ അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ സാധാരണ റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പൊന്നിയരി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ബസ്മതി, ജീരകശാല അരിയൊക്കെ പറ്റും കേട്ടോ. ബസ്മതി ആണെങ്കിൽ ഒരു 3 നാഴിയൊക്കെ നമുക്കിതിലോട്ട് 2 നാഴിയൊക്കെ നമുക്കിതിലോട്ട് കുക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ ഒരു ക്വാണ്ടിറ്റിയിലോട്ട്. അപ്പോൾ ഞാൻ എന്തായാലും സാധാരണ അരി ഇവിടെ ഒരു 1.5 നാഴി ഉണ്ടായിരുന്നു, അതിനെ കുക്ക് ചെയ്തിട്ട് ഊറ്റിയെടുത്തിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കാം, പതുക്കെ ഇളക്കി യോജിപ്പിക്കണം. ശേഷം ഞാൻ ഇതൊന്ന് ദമ്മിലിട്ടെടുക്കുന്നുണ്ട്. പക്ഷേ ബിരിയാണി ഇടുന്ന പോലെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ മല്ലിയിലയും പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.